കാസർഗോഡ് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. പോലീസിന്റെ വീഴ്ചയെ തുടർന്ന് കാസർഗോഡ് അരയിൽ സ്വദേശിയുടെ വിദേശയാത്ര മുടങ്ങിയിരിക്കുകയാണ്. പാസ്പോർട്ട് വെരിഫിക്കേഷന് തെറ്റായ റിപ്പോർട്ടാണ് പോലീസ് നൽകിയതെന്ന് പറയുന്നു. ഇതിനെ തുടർന്ന് കാസർഗോഡ് അരയിൽ സ്വദേശി ശ്രീനിവാസന്റെ യാത്ര മുടങ്ങിയിരിക്കുകയാണ്. മറ്റൊരു ശ്രീനിവാസന്റെ പേരിലുള്ള കേസ് അരയിൽ ശ്രീനിവാസന്റെ വിലാസത്തിൽ മാറി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ശ്രീനിവാസനെ വിമാനത്താവളത്തിൽ 2 തവണ തടഞ്ഞ് തിരിച്ചയച്ചു. ബോംബെ ടച്ച് റാസൽഗൈമിലേക്ക് പോകുമ്പോൾ പിന്നെ എമിഗ്രേഷനിൽ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും പാസ്പോർട്ട് ഹെഡ് ഓഫീസിലേക്ക് പോയി ഈ പാസ്പോർട്ട് വാങ്ങാൻ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾക്ക് കേസ് ഉണ്ടെന്നാണ് അന്ന് അവിടെ പറഞ്ഞത്. ബോംബെയിൽ നിന്ന് തിരിച്ചു വന്നു. ആ കേസ് നമ്പർ ചോദിച്ച് വാങ്ങി. ആ കേസ് പരിശോധിച്ചപ്പോൾ മറ്റൊരു ശ്രീനിവാസനാണ് ആ കേസിൽ പ്രതി. റിപ്പോർട്ട് ചെയ്ത് പോലീസുകാർക്ക് ഉദ്യോഗസ്ഥനെ പറ്റിയ അപാകതയാണിത്. വീണ്ടും ഇവിടുന്ന് ഹോസ്പിറ്റൽ പോലീസിൽ എൻക്വയറിങ് വെച്ച് ഇവിടുത്തെ ക്ലിയർ ചെയ്തു. വീണ്ടും പാസ്പോർട്ട് ഓഫീസിൽ പോയി ആ പാസ്പോർട്ട് തിരിച്ചു തന്നു. എന്നിട്ട് ഈ ഫെബ്രുവരി 20 വീണ്ടും ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ വീണ്ടും എന്നെ പിടിച്ചു വെച്ചു. ശിക്ഷയൊന്നും മാറിയില്ല, അതുകൊണ്ട് ഇതിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് പോകാൻ പറ്റില്ല പറഞ്ഞു. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, നമുക്കറിയാം സാധാരണ പോലീസിന്റെ വെരിഫിക്കേഷൻ, അത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ആധാർ ഉൾപ്പെടെ മറ്റെല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ പിഴവ് പറ്റിയത്? ഇത് തിരുത്താൻ കഴിയില്ല. ഏതായാലും ശ്രീനിവാസന് വിദേശയാത്ര നടത്താൻ കഴിയാത്ത സ്ഥിതിയാണോ ഇപ്പോഴുള്ളത്? വിനീത്, ഇത് പൂർണ്ണമായും പോലീസിന്റെ ഈ പാസ്പോർട്ട് വെരിഫിക്കേഷനിൽ നടന്ന അത് റിപ്പോർട്ട് ചെയ്തതിൽ സംഭവിച്ച വീഴ്ചയാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അത് പോലീസ് തന്നെ ശ്രീനിവാസനോട് അത്തരം ഒരു സാങ്കേതിക പിഴവ് സംഭവിച്ചുവെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 15 ഈ കണക്റ്റഡ് ഫ്ലൈറ്റിൽ റാസൽഗൈമയിലേക്കാണ് ശ്രീനിവാസന് ജോലി ആവശ്യത്തിന് വേണ്ടി പോകേണ്ടത്. അതിനായി മുംബൈ വിമാനത്താവളത്തിലെത്തുന്നു. അവിടെ വെച്ച് എമിഗ്രേഷൻ വിഭാഗത്തിൽ വെച്ചാണ് പരിശോധനയിൽ ഈ ശ്രീനിവാസനെ തടഞ്ഞു വെക്കുന്നത്. ശ്രീനിവാസനോട് പറഞ്ഞത് താങ്കൾക്കൊരു കേസുണ്ട്, ഒരു പോലീസ് കേസുണ്ട്, അതുകൊണ്ട് തന്നെ യാത്രക്ക് അനുമതി നൽകില്ല എന്നതാണ് അറിയിച്ചത്. പിന്നീട് അവിടുന്ന് തിരിച്ചയക്കുകയും ചെയ്തു. വീണ്ടും ശ്രീനിവാസൻ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലെത്തി അത് പരിശോധിച്ചപ്പോൾ ആ പാസ്പോർട്ട് റിപ്പോർട്ടിൽ ഒരു കേസുണ്ട് എന്നതായിട്ടാണ് കണ്ടത്. ആ കേസ് നമ്പർ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് മറ്റൊരു ശ്രീനിവാസന്റെ പേരിലുള്ള കേസ് ഈ പാസ്പോർട്ട് വെരിഫിക്കേഷൻ റിപ്പോർട്ട് നൽകിയപ്പോൾ ഈ ശ്രീനിവാസന്റെ വിലാസത്തിൽ മാറി റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് വ്യക്തമായത്. വീണ്ടും ശ്രീനിവാസൻ ഈ യാത്രയ്ക്ക് വേണ്ടി ഈ രേഖകൾ ഉൾപ്പെടെ ഈ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലെത്തിച്ച് 20-ാം തീയതി കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രയ്ക്ക് വേണ്ടി പോയപ്പോൾ അത് ഈ ഓൺലൈൻ രേഖകൾ അതിൽ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 തവണയായി യാത്ര മുടങ്ങുകയാണ്. ടിക്കറ്റ് നിരക്കിൽ മാത്രം 50,000-ത്തിലധികം രൂപ ശ്രീനിവാസന് നഷ്ടപ്പെട്ടു. ഒരു കർഷകനാണ്, കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയാണ് വിദേശത്തേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ ആ യാത്രക്കൊരുങ്ങിയപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ശ്രീനിവാസന് മുന്നിലുള്ളത്. മാർച്ച് 7-ാം തീയതിയാണ് വിസ കാലാവധി അവസാനിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നിലവിൽ ശ്രീനിവാസനെ അറിയിച്ചിട്ടുള്ളത്. ശരി, ഏതായാലും ഒരു ചെറിയ പിഴവ് കൊണ്ട് ശ്രീനിവാസന്റെ ജീവിതമാകെ താളം തെറ്റി എന്നതാണ്. അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. തിരിച്ചെത്താൻ നമുക്കൊരു